ഇനി വ്യക്തിത്വാവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന നടൻ മോഹൻലാലിന്റെ ഹർജിയിൽ നിർദ്ദേശവുമായി ഡൽഹി ഹൈക്കോടതി. വ്യക്തി അവകാശം ലംഘിച്ച സമൂഹമാധ്യമ ലിങ്കുകൾ നീക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, നടൻ മോഹൻലാലിന് ഒരു ആശ്വാസമാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മോഹൻലാലിന്റെ വ്യാജ ചിത്രങ്ങളും വീഡിയോകളും അടക്കം നീക്കം ചെയ്യാൻ ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് മോഹൻലാൽ ഇത്തരത്തിൽ വ്യക്തിഗത അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ വാദം കേൾക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ ഈ ലിങ്കുകൾ അടക്കം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുതിയ അപേക്ഷ നൽകാനായിരുന്നു കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി മോഹൻലാലിന് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മോഹൻലാൽ ഇന്നൊരു പുതിയ അപേക്ഷ സമർപ്പിക്കുകയും ഇതിൽ നടന്ന വാദത്തിലാണ് ഇപ്പോൾ ഒരു നിർണായകമായ തീരുമാനം ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മോഹൻലാലിന്റെ അനുവാദമില്ലാതെ ഉപയോഗിച്ച ലിങ്കുകൾ അടക്കം നീക്കം ചെയ്യാൻ മെറ്റയ്ക്കും അതുപോലെ തന്നെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കും ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വിൽപ്പനയ്ക്ക് എത്തിച്ച സാധനങ്ങൾ, മോഹൻലാലിന്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് വിൽപ്പനയ്ക്ക് എത്തിച്ച സാധനങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങളടക്കം ഡൽഹി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് മോഹൻലാലിന്റെ അനുവാദമില്ലാതെ ഇത്തരം ഒരു ഉപയോഗം നടന്നതെന്ന ചോദ്യമാണ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും മോഹൻലാലുമായി ബന്ധപ്പെട്ട് വ്യാജ ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോകളടക്കം നീക്കം ചെയ്യാൻ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ 4:30 ഇതുമായി ലിങ്കുകൾ അടക്കം നീക്കം ചെയ്ത ശേഷം ഇതിന്റെ വിവരങ്ങൾ ഹൈക്കോടതി അറിയിക്കണമെന്നതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 4:30 ശേഷം ഈ കേസിൽ ഒരു വിധി പ്രഖ്യാപിക്കുമെന്ന് കൂടി ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ദിലീപ് കുമാർ, AI വ്യാജ വീഡിയോ മോഹൻലാലിന്റെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് അത് ക്ലോൺ ചെയ്തും ഡീപ് ഫേക്കായുമൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ചിലരൊക്കെ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നായിരുന്നു നടൻ മോഹൻലാലിന്റെ പരാതി. ഇക്കാര്യത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമ ലിങ്കുകൾ നീക്കണം എന്ന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.